കേരളത്തിൽ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നതുമായി ബന്ധപ്പെട്ടത് മാറ്റണമെന്ന ഒരു ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ജുമാ നമസ്കാരം നഷ്ടപ്പെട്ടാലും ഇത്തവണ ഓരോരുത്തരും വോട്ട് ചെയ്യണമെന്ന് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി നജീബ് മൗലവി. രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണിത്. അടിയന്തര സാഹചര്യങ്ങളിൽ ജുമാ ഒഴിവാക്കാൻ ഇസ്ലാം അനുമതി നൽകുന്നുണ്ടെന്നും അദ്ദേഹം മീഡിയ വണ്ണിനോട് പറഞ്ഞു. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നജീബ് മൗലവിയാണ് എന്നോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ ദിവസം താങ്കൾ ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. ഇപ്പോൾ ജുമാ നഷ്ടപ്പെട്ടാലും വോട്ടുറപ്പിക്കണം എന്നുള്ളത്. അത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താ? അതൊരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതാണ്. അതായത് ജുമാ ദിവസം ഒഴിവാക്കണം എന്നെന്തുകൊണ്ടാണ് താങ്കളടക്കമുള്ള മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടത്? എം.എൻ. കാരശ്ശേരിയെ പോലുള്ളവരൊക്കെ അതിനെ എതിർക്കുന്നുണ്ടല്ലോ എന്ന നിലക്കുള്ള ഒരു ചോദ്യം ഒന്നാണ്. അപ്പോൾ ആ സമയത്ത് പറഞ്ഞാണ് ജുമാ വെള്ളിയാഴ്ച ദിവസം അല്ലാതെ നടക്കുകയാണെങ്കിൽ അതായിരിക്കുമല്ലോ ഭംഗി. വെള്ളിയാഴ്ച ദിവസം നടക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. വെള്ളിയാഴ്ച കുറവ് ജുമാ മാത്രമല്ല, ആ ദിവസം ഫുള്ളായിട്ട് തന്നെ ഒഴിവായിട്ട് ആരാധനകൾക്ക് നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ അന്ന് വോട്ടെടുപ്പ് മുസ്ലിം സമുദായത്തിന് പ്രശ്നം തന്നെയാണ് എന്ന് വെച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വോട്ടെടുപ്പ് പ്രധാനമായും രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, മതേതരത്വത്തിൻ്റെ നിലനിൽപ്പ്, ഭരണഘടനയുടെ നിലനിൽപ്പ്, ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പ്, ഇതെല്ലാം അപകടത്തിലായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഈ പൊതുതെരഞ്ഞെടുപ്പ്. നമുക്കതിൻ്റെ സാഹചര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മുസ്ലിമീങ്ങളെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അവരുടെ വോട്ട് കുറക്കാനോ ഉദ്ദേശമുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കരുത്, അത് സാധ്യമാക്കി കൊടുക്കരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് എല്ലാവരും തെരഞ്ഞെടുപ്പിനെ ശരിക്കും സജീവമായി തന്നെ നിൽക്കണമെന്നും ജുമാ ഒഴിവാക്കേണ്ടി വന്നാലും അതിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടവരൊക്കെ അങ്ങനെ ഇടപെട്ടുകൊണ്ട് തന്നെ നിൽക്കണമെന്നും പ്രത്യേകം പറഞ്ഞു. അതായത് വിശ്വാസികൾ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ ജുമാ ഒഴിവാക്കി പകരം ലഹുർ നമസ്കരിച്ചാലും വോട്ട് ചെയ്യണം. അത്രത്തോളം ഒരു പ്രധാനപ്പെട്ടതാണ് ഈ ഇലക്ഷൻ. ഈ ജുമാ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ എപ്പോഴും ജമാഅത്ത് ഒഴിവാക്കുന്ന കാരണങ്ങൾക്കൊക്കെ ഒഴിവാക്കാവുന്ന ഒരു ഭാഗത്താണ്. ആ കാരണം പറഞ്ഞുകൊണ്ട് വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ വോട്ടെടുപ്പിൻ്റെ മറ്റ് കൃത്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ബൂത്ത് ഏജൻറ്റ് പോലുള്ള അത്തരം കൃത്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയോ ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഈ ജുമാ കാരണം വോട്ടെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. അത് ചെയ്യരുത്. ഇപ്പോഴത്തെ സ്ഥിതിക്ക് ആ ജുമാക്ക് വേണ്ടി മാത്രം നിൽക്കുന്നതിലേറെ പ്രാധാന്യം നൽകി തന്നെ ഈ വോട്ടെടുപ്പിനെ കാണേണ്ടതുണ്ട്. വോട്ടെടുപ്പിന് അത്രയധികം പ്രാധാന്യം ഈ രാജ്യത്തുണ്ട്. അത് ഇപ്രാവശ്യം ഈ വോട്ടെടുപ്പിന്റെ ഭാഗമാകുക എന്നുള്ളതൊരു വിശ്വാസിയുടെ ബാധ്യതയായിട്ട് താങ്കൾ കാണുന്നുണ്ടോ? വിശ്വാസി മുസ്ലിം ഇന്ത്യൻ രാജ്യത്തെ ഒരു പൗരൻ മതേതരത്വം ആഗ്രഹിക്കുന്ന, ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണ്. അങ്ങനെയാണ് കാണുന്നത്. വിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല. വിശ്വാസികളായിട്ട് എന്ന് പുറഞ്ഞെറിഞ്ഞ് നിൽക്കരുത്. അവരുടെ വിശ്വാസത്തിൻ്റെയോ ആരാധനയുടെയോ പേരിലേത് മാത്രം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമാകുക എന്നുള്ളതിന് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാവരുത് എന്നുള്ളതാണ് നജീബ് മൗലവി പറയുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് ഇസ്മൽ, മീഡിയ 1 മലപ്പുറം.